So, welcome to Tijus Academy's OET Speaking Live. I'm Indu Ablash. So, I'm waiting for a few students to join so that I can start my session. So, ഇന്നത്തെ ലൈവ് എന്ന് പറയുന്നത് I have brought a very interesting topic as usual. നമുക്കത് ഡിസ്കസ് ചെയ്യാം. സോ കുറച്ച് പേരൊന്ന് ജോയിൻ ചെയ്തിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. സോ ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് ഗുഡ്. സോ ഒ ഇ ടി സ്പീക്കിംഗ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് മോഡ്യൂളാണ് ഒ ഇ ടിയുടെ സബ് ടെസ്റ്റിൽ. ഓക്കുപേഷണൽ ഇംഗ്ലീഷ് ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റിൽ ഒ ഇ ടി സ്പീക്കിംഗ് സബ് ടെസ്റ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആസ് യു നോ ഓൾ മോഡ്യൂൾസ് ആർ ഇമ്പോർട്ടൻറ്റ്. ഒ ഇ ടി സ്പീക്കിംഗ് അതുപോലെ തന്നെയാണ്. സോ ഹായ്. സോ സ്റ്റുഡൻസ് ദേ ഹാവ് സ്റ്റാർട്ടഡ് ടു ജോയിൻ. ഓക്കെ, അപ്പോൾ ഒ ഇ ടിയുടെ സ്പീക്കിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ ഓൾട്ടർനേറ്റ് വേർഡ്സാണ്. അതായത് ഒരു ടാസ്ക് കൊടുത്താൽ ഈ ടാസ്കിൽ നിങ്ങൾ കാണുമ്പോൾ എഡ്യൂക്കേറ്റ്, അഡ്വൈസ്, റെക്കമെൻഡ്, പിന്നെ എക്സ്പ്ലെയിൻ, ഗിവ് ക്ലാരിറ്റി എന്നൊക്കെ പറയുമ്പോൾ അതിനൊക്കെ നമുക്ക് എങ്ങനെ വേറെ വേറെ വേർഡ്സ്, അതായത് ടാസ്കിൽ ഉള്ള ഈ ഒരു വേർഡ്സ് അത് തന്നെ ലെറ്റ് മീ എക്സ്പ്ലെയിൻ, അതായത് എക്സ്പ്ലെയിൻ എന്നൊരു ടാസ്ക് കൊടുത്താൽ വി ഓൾസോ യൂസ് ദ സെയിം വേർഡ് ലെറ്റ് മീ എക്സ്പ്ലെയിൻ. അതുപോലെ ഡിസ്കസ് എന്ന് കൊടുത്താൽ ലെറ്റ് മീ ഡിസ്കസ്. സോ ഈ ഡിസ്കസ്, എക്സ്പ്ലെയിൻ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു ടാസ്ക് കൊടുത്താൽ വാട്ട് ഇസ് അതർ ഓൾട്ടർനേറ്റീവ് വേർഡ്സ് ഐ ക്യാൻ യൂസ് സിമിൾട്ടേനിയസ്, അതായത് സിനോണിംസ് അതുപോലെ തന്നെയുള്ള ഒരു വേർഡ്, സിമിലർ മീനിങ് ഉള്ള വേറെ വേർഡ്സ് എന്തൊക്കെ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് നോക്കാം. So yes, thank you so much for joining. As usual, hi, good afternoon, good evening ആണ്, I'm sorry. So ഒ ഇ ടി സ്പീക്കിംഗ് ലൈവിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ടിജൂസ് അക്കാഡമീസ് ഒ ഇ ടി സ്പീക്കിംഗ് ലൈവ് ആൻഡ് ഐ എം ഇന്ദു അഭിലാഷ്. സോ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് ഒ ഇ ടി സ്പീക്കിങ്ങിൻ്റെ ഓൾട്ടർനേറ്റീവ് വേർഡ്സ്, അതായത് സിനാരിയോയിൽ കാണുന്ന വേർഡ്സ്, അതായത് ടാസ്കിലുള്ള വേർഡ്സിനെ അതായത് പറ്റുന്ന രീതിയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എന്തൊക്കെ ഓൾട്ടർനേറ്റീവ് വേർഡ്സ് നമുക്ക് യൂസ് ചെയ്യാം എന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. സോ സൂര്യ നായർ, ഹായ്, ഗുഡ് ഈവനിങ്. സോ താങ്ക് യു ഫോർ ജോയിനിങ് സൂര്യ. സോ നമുക്കത് നോക്കാം. സോ ഡയറക്റ്റ് ഞാൻ സിനാരിയോയിലേക്കാണ് കിടക്കുന്നത്. ആസ് യു ഓൾ നോ ദാറ്റ് ഒ ഇ ടി സ്പീക്കിങ്ങിൽ നമുക്ക് സിനാരിയോ ഉണ്ടാവും, ഫ്രേസസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഓരോ ടാസ്ക് നമുക്ക് കൊടുക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് സംസാരിക്കുന്നത്. യു നോ ദറ്റ് നോ ബേസ്ഡ് ഓൺ ദ സിനാരിയോ ദർ വിൽ ബി ഫ്യൂ ടാസ്ക് ഗിവൻ ഫോർ ദ നേഴ്സസ് ആൻഡ് ദ നേഴ്സ് വുഡ് ബി പ്ലേയിങ് ദ റോൾ. അതായത് ഒരു പേഷ്യൻറ്റിനോട് സംസാരിക്കുന്നത്, റോൾ പ്ലേയിൽ നേഴ്സിൻ്റെ റോളാണ് നമ്മൾ പ്ലേ ചെയ്യാൻ പോകുന്നത്, കാൻഡിഡേറ്റ്. സോ ആ ഒരു റോൾ പ്ലേ ചെയ്യുമ്പോൾ, നേഴ്സിൻ്റെ റോൾ പ്ലേ ചെയ്യുമ്പോൾ കൊടുത്തിരിക്കുന്ന ടാസ്കിനെ നമ്മൾ എഫക്റ്റീവായിട്ട് പേഷ്യൻറ്റിനോട്, അതായത് ഇൻ്റർലോക്യൂട്ടർ ഇസ് ദ പേഴ്സൺ ഹു ഇസ് ഗോയിങ് ടു പ്ലേ ദ റോൾ ഓഫ് എ പേഷ്യൻറ്റ്, റിലേറ്റീവ്, സിബ്ലിംഗ്, ബൈസ്റ്റാൻഡർ, അങ്ങനെ എന്തെങ്കിലും. അങ്ങനെ ഉള്ളപ്പോൾ നമ്മൾ അവരോട് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുമെന്നുള്ളതാണ് നോക്കുന്നത്. സോ ലെറ്റ്സ് സീ ദ ഫസ്റ്റ് സിനാരിയോ. ഡിസ്കസിങ് എ പേഷ്യൻറ്റ് സിംറ്റം. പേഷ്യൻറ്റ് വരുന്നു, പേഷ്യൻറ്റിൻ്റെ സിംറ്റം ഇവിടെ നേഴ്സ് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. The patient has been experiencing severe pain in the abdomen. അതാണ് ഇവിടുത്തെ സിനാരിയോ. അബ്ഡോമെനിൽ ദ പേഷ്യൻ്റ് ഇസ് എക്സ്പീരിയൻസിങ് സിവിയർ പെയിൻ. അത് ഓൾട്ടർനേറ്റീവായിട്ട് നമുക്ക് എങ്ങനെ നോക്കാം? ദ പേഷ്യൻ്റ് ഹാസ് ബീൻ എൻകൗണ്ടറിങ് ഇൻറ്റൻസ് ഡിസ്കംഫർട്ട് ഇൻ ദ അബ്ഡോമിനൽ റീജിയൻ. കണ്ടോ? അപ്പോൾ എക്സ്പീരിയൻസിങ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? എൻകൗണ്ടറിങ് എന്ന് ചെയ്യാം. അതായത് പേഷ്യൻ്റ് ഇസ് ഫേസിങ് എ ഡിസ്കംഫർട്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇൻറ്റൻസ് ഡിസ്കംഫർട്ട്, അതായത് സിവിയർ പെയിനിനെ നമുക്ക് എങ്ങനെ പറയാം? ഇൻറ്റൻസ് ഡിസ്കംഫർട്ട്. അപ്പോൾ അതാണ് ഓൾട്ടർനേറ്റീവ് വേർഡ്സ്. അപ്പോൾ ഇവിടെ എക്സ്പീരിയൻസ് എന്നുള്ളതിനെ എൻകൗണ്ടർ എന്നും സിവിയർ പെയിൻ എന്നുള്ളതിനെ ഇൻറ്റൻസ് ഡിസ്കംഫർട്ട് എന്നുമാണ് മാറ്റിയിരിക്കുന്നത്. സോ ഇറ്റ് ക്യാൻ ഹെൽപ്പ് ഡെമോൺസ്ട്രേറ്റ് എ ബ്രോഡർ വൊക്കാബുലറി ആൻഡ് ബെറ്റർ ഗ്രാസ്പ് ഓഫ് മെഡിക്കൽ ടെർമിനോളജി. ഓക്കെ, അപ്പോൾ ഒരു വൊക്കാബുലറി ചോയ്സ് നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. ബിക്കോസ് വൊക്കാബുലറി ചോയ്സ് ഒരു ക്രൈറ്റീരിയ ആണ് നമ്മുടെ സ്പീക്കിങ്ങിൽ. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അത് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധിക്കപ്പെടുന്നത്. അതുകൊണ്ട് സോ യെസ്, ഇപ്പോൾ എവിടെയെങ്കിലും നിങ്ങൾക്കൊന്ന് എക്സ്പീരിയൻസ് എന്നുള്ളത് നമ്മുടെ ടാസ്കിൽ കൊടുത്താൽ നിങ്ങൾക്കത് എൻകൗണ്ടറായിട്ട് മാറ്റാം. ആസ് വെൽ എസ് ഇഫ് ദ പേഷ്യൻ്റ് ഇസ് ഫേസിങ് എനി സിവിയർ പെയിൻ ഓർ എക്സ്പീരിയൻസിങ് എനി സിവിയർ പെയിൻ എന്ന് കൊടുത്താൽ ഐ കുഡ് ഫീൽ ദാറ്റ് ഓർ ഐ കുഡ് സീ ദാറ്റ് you are experiencing intense discomfort in the abdominal region എന്ന് പറഞ്ഞ് നമുക്ക് മാറ്റാം. സോ രണ്ടും ഒരേ മീനിങ് ആണ്, പക്ഷേ യു ആർ ജസ്റ്റ് ട്രൈങ് ടു ബ്രിങ് ബെറ്റർ വൊക്കാബുലറി ചോയ്സസ്, അത്രയേ ഉള്ളൂ. സോ റീന ഹായ്, സനോഷ് ഹായ്, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. ഓക്കെ, സോ ഈ ഒരു സിനാരിയോ മനസ്സിലായല്ലോ. നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന സിനാരിയോയിലുള്ള വേർഡ്സിനെ ജസ്റ്റ് ഓൾട്ടർനേറ്റീവ് വേർഡ്സ് നമ്മളിവിടെ മാറ്റിയാണ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത്. എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. ലെറ്റ് മീ ജസ്റ്റ് മൂവ് ടു ദ നെക്സ്റ്റ് സിനാരിയോ. ഡിസ്ക്രൈബിങ് എ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ. ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാനിനെ കുറിച്ച് പേഷ്യൻറ്റിനോട് ഡിസ്കസ് ചെയ്യുമ്പോൾ. ഐശ്വര്യ ഹായ്. സോ സിനാരിയോ നോക്കാം. വി വിൽ പ്രിസ്ക്രൈബ് ആൻറ്റിബയോട്ടിക്സ് ടു കോംബാറ്റ് ദി ഇൻഫെക്ഷൻ. ഓക്കെ, സോ ഈ ഒരു പ്രിസ്ക്രൈബ് ആൻഡ് കോംബാറ്റ് എങ്ങനെ നമുക്ക് മാറ്റാം? വി വിൽ അഡ്മിനിസ്റ്റർ ആൻറ്റിബയോട്ടിക്സ് ടു അഡ്രസ് ദി ഇൻഫെക്ഷൻ.
സോ ഇൻ ഓർഡർ ടു അഡ്രസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഇൻഫെക്ഷനെ നമ്മൾ ശരിയാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആൻറ്റിബയോട്ടിക്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ വി വിൽ പ്രിസ്ക്രൈബ്, വി ഇൻ ദ സെൻസ് ദ ഡോക്ടർ ആൻഡ് ദ നേഴ്സ്. ദ നേഴ്സ് വിൽ ബി ദർ ടു അസസ് ദ ഡോക്ടർ ആൻഡ് ദ ഡോക്ടർ ഇസ് ദ മെയിൻ അതോറിറ്റി പേഴ്സൺ ടു പ്രിസ്ക്രൈബ് ആൻറ്റിബയോട്ടിക്സ് ടു ദ പേഷ്യൻറ്റ്. അത് ശരിയാണ്. അപ്പോൾ എങ്ങനെ പറയുന്നത്, വി വിൽ പ്രിസ്ക്രൈബ് ആൻറ്റിബയോട്ടിക്സ് ടു കൊമ്പാറ്റ് ദി ഇൻഫെക്ഷൻ, ടു അഡ്രസ് ദി ഇൻഫെക്ഷൻ. സോ ദിസ് അഡ്രസ് ആൻഡ് കൊമ്പാറ്റ് ആർ ദ സെയിം. ഇവിടെ കൊമ്പാറ്റ് എന്ന് കൊടുത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കോമ്പാറ്റ് എന്ന് കൊടുത്തതുകൊണ്ട് എന്ത് ചെയ്യുന്നു, നമ്മളിവിടെ അഡ്രസ് എന്നാണ് മാറ്റിയത്. സോ എക്സ്പ്ലനേഷനിൽ നോക്കാം, സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് പ്രിസ്ക്രൈബ് വിത്ത് അഡ്മിനിസ്റ്റർ ആൻഡ് കോമ്പാറ്റ് with address, maintaining clarity while showcasing variation in language use. അതായത് വൊക്കാബുലറി, ആ ലാംഗ്വേജിൻ്റെ യൂസിനെ ഒരു വേരിയേഷനാണ് നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ സുബി, ഹായ്. സോ എല്ലാവർക്കും മനസ്സിലായല്ലോ നമ്മൾ എങ്ങനെ ഓൾട്ടർനേറ്റീവ് വേർഡ്സ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ പ്രിസ്ക്രിപ്ഷനെ നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യുന്നതിന് നമുക്ക് എന്ത് പറയാം, അഡ്മിനിസ്റ്റർ എന്ന് പറയാം. അതുപോലെ തന്നെ അഡ്രസ് ചെയ്യുന്നതിന് നമുക്ക് ഒന്നെങ്കിൽ കൊമ്പാറ്റ് പറയാം, അല്ലെങ്കിൽ കൊമ്പാറ്റ് പറഞ്ഞാൽ നമുക്കിവിടെ അഡ്രസ്സ് എന്ന് പറയാം. നമുക്ക് ഏതൊരു വേസ് നമുക്ക് യൂസ് ചെയ്യാം. സോ ടാസ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും അഡ്രസ്സ് എന്ന് പറഞ്ഞ് കാണിക്കുകയാണെങ്കിൽ അത് തന്നെ പറയണമെന്നില്ല. ഇത് പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു പ്രാക്ടീസിലൂടെ കൊണ്ടുവരണം. ഐ എം ടെലിങ് യു ദാറ്റ് ഇതൊക്കെ എഴുതി വെച്ചിട്ട് ഇത് ഒരു റോൾ പ്ലേയിൽ ചെയ്യാമെന്നല്ല. സോ യു ഹാവ് ടു മേക്ക് ഇറ്റ് ആസ് എ പ്രാക്ടീസ്. ഇൻ യുവർ പ്രാക്ടീസ് എൻഷുർ ദാറ്റ് യു യൂസ് ദീസ് വേർഡ്സ്. അപ്പോൾ തന്നെയാണ് നമുക്ക് യഥാർത്ഥത്തിൽ ഒരു ടാസ്ക് എങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ വൊക്കാബുലറിയൊക്കെ വളരെ ഫ്ലെക്സിബിളായിട്ട് നമ്മുടെ മൈൻഡിലേക്ക് കയറി വരുന്നത്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. നെക്സ്റ്റ് സിനാരിയോ നോക്കാം, റിപ്പോർട്ടിംഗ് ടെസ്റ്റ് റിസൾട്ട്. ഇപ്പോൾ ഇവിടെ ഒരു ടെസ്റ്റ് റിസൾട്ട് നമുക്ക് കിട്ടി, നഴ്സിന് കിട്ടി. സോ നൗ ദ നഴ്സ് ഇസ് ഗോയിങ് ടു ഇൻഫോം ഇറ്റ് ടു ദി പേഷ്യൻറ്റ്. അപ്പോൾ സിനാരിയോ നോക്കാം, ദ ബ്ലഡ് ടെസ്റ്റ് റിവീൽഡ് അബ്നോർമൽ ലെവൽസ് ഓഫ് ഗ്ലൂക്കോസ്. സോ ഗ്ലൂക്കോസ് ലെവലിൽ ഒരു അബ്നോർമാലിറ്റി കാണുന്നുണ്ട് എന്നാണ് സിനാരിയോയിലുള്ളത്. സോ അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം, ദ ബ്ലഡ് ടെസ്റ്റ് അൺവീൽഡ് ഇറഗുലർ ഗ്ലൂക്കോസ് ലെവൽ. അബ്നോർമൽ എന്നുള്ളത് എന്ത് ചെയ്തു, ഇറഗുലർ ഗ്ലൂക്കോസ് ലെവൽ എന്ന് മാറ്റി. അതുപോലെ റിവീൽഡ് എന്നുള്ളത് എന്ത് ചെയ്തു, അൺവീൽഡ്. ഓക്കെ, സോ എക്സ്പ്ലനേഷൻ എങ്ങനെയാണ്, റീപ്ലേസിങ് റിവീൽഡ് വിത്ത് അൺവീൽഡ് ആൻഡ് അബ്നോർമൽ വിത്ത് ഇറഗുലർ adds diversity to your language and demonstrate proficiency in expressing medical concepts. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ലാംഗ്വേജിൽ ഒരു പ്രൊഫിഷ്യൻസി വേണം, സ്മൂത്ത് ഫ്ലോ ആൻഡ് ഫ്ലുവൻസി എല്ലാവർക്കും അറിയാം, അതൊരു ക്രൈറ്റീരിയ തന്നെയാണെന്നുള്ളത്. സോ ഹൗ ഫാർ യു കുഡ് മേക്ക് എ ഡിഫറൻസ് ഇൻ യുവർ ലാംഗ്വേജ്, ഹൗ ഫാർ യു ആർ ബെറ്റർ ചൂസിങ് ദ വേർഡ്സ് ഇൻ യുവർ കോൺവെർസേഷൻ. ഓക്കെ, ഇറ്റ് മാറ്റേഴ്സ് എ ലോട്ട്. ഓക്കെ, സോ നെക്സ്റ്റ് ലെറ്റ് മീ ജസ്റ്റ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് സിനാരിയോ. Advising lifestyle changes. എന്താണ് advising lifestyle changes? Yes, we also know a very famous phrase, slight changes into your daily routine will add to a healthy life in a long run, will help you to lead a healthy life in a long run എന്നൊരു ഫ്രേസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എവിടെ ആഡ് ചെയ്യാം, ഈ ഒരു ഫ്രേസ് വെൻ യു ആർ ആസ്കിങ് ദ പേഷ്യൻറ്റ് ടു ബ്രിങ് എ ഡയറ്റ് ചേഞ്ച് ഓർ എക്സസൈസ്, ഇങ്ങനെ ഒരു കാര്യം റെജിമെൻറ്റ് പറയുമ്പോൾ യു ക്യാൻ ആക്ച്വലി റീഅഷ്യൂർ ദ പേഷ്യൻറ്റ് വിത്ത് ദിസ് ഫ്രേസ് ലൈക്ക് സ്ലൈറ്റ് ചേഞ്ചസ് ഇൻ യുവർ ഡെയിലി റൂട്ടീൻ വിൽ ഹെൽപ്പ് യു ടു ലീഡ് എ ഹെൽത്തി ലൈഫ് ഇൻ എ ലോങ് റൺ. ഓക്കെ, അത് കുറച്ചും കൂടി നാച്ചുറലായിട്ടും അത് മെമ്മറൈസ് ചെയ്തല്ല, ആ ടോണിലൂടെ നമ്മളൊരു നാച്ചുറലായിട്ട് കൊണ്ടുവരാനും ശ്രമിക്കണം. സോ ഹൗ ഡു യു സേ ദറ്റ് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു റെഡ്യൂസ് യുവർ ഇൻടേക്ക് ഓഫ് ഷുഗറി ഫുഡ്. സോ ദിസ് പർട്ടിക്കുലർ patient is having a habit of having sugary foods. So now there is a restriction like the patient has to avoid it. അപ്പോൾ എങ്ങനെ പറയാം നമുക്ക്, it's crucial to diminish your consumption of sugary foods. കുറയ്ക്കുക എന്നുള്ളതിനെ ഡിമിനിഷ് ആക്കി, ഇമ്പോർട്ടൻ്റ് എന്നുള്ളതിനെ ക്രൂഷ്യലാക്കി. സോ എക്സ്പ്ലനേഷൻ നോക്കാം, യൂട്ടിലൈസിങ് സിനോണിംസ് സച്ച് എസ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് റെഡ്യൂസ് വിത്ത് ക്രൂഷ്യൽ ആൻഡ് ഡിമിനിഷ് എൻഹാൻസസ് ലിംഗ്വിസ്റ്റിക് വെറൈറ്റി ആൻഡ് ഇൻഡിക്കേറ്റ്സ് എ ന്യൂവാൻസ്ഡ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ഹെൽത്ത് കെയർ അഡ്വൈസ്. സോ മനസ്സിലായല്ലോ എങ്ങനെയാണ് ഓൾട്ടർനേറ്റീവ് വേർഡ്സ് വരുന്നത്. സോ നമ്മൾ ഈ ടാസ്കിൽ ക്രൂഷ്യൽ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് എന്നാണ് മിക്കവാറും കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ ടാസ്കിൽ ഉള്ളത് തന്നെ പറയേണ്ട, അതിനാണ് ഞാൻ ഓൾട്ടർനേറ്റീവ് വേർഡ്സ് കൊണ്ടുവന്നത്. സോ മോസ്റ്റ് ഓഫ് ദ ടൈം യു ക്യാൻ ജസ്റ്റ് എൻഹാൻസ് യുവർ വൊക്കാബുലറി ചോയ്സസ്. സോ നമ്മൾ ടാസ്ക് എത്രത്തോളം ഡിപ്പെൻഡ് ആവുന്നു, അവിടെ കൊടുത്തിരിക്കുന്ന ഓരോ വേർഡ്സും നമ്മൾ അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയാതെ നമ്മളത് സ്വന്തമായിട്ട് നാച്ചുറലായിട്ട് പറയുമ്പോൾ ഹൗ ഫാർ യു കുഡ് യൂസ് യുവർ ഓൺ ഓൾട്ടർനേറ്റീവ് വേർഡ്സ്, ദാറ്റ് കൗണ്ട്സ് എ ലോട്ട്. നമുക്ക് പ്രത്യേകിച്ച് വൊക്കാബുലറി ചോയ്സസ് എന്ന് ലിംഗ്വിസ്റ്റിക് ക്രൈറ്റീരിയയിലുണ്ട്. അതായത് ഗ്രാമർ എക്സ്പ്രഷൻസ് എന്ന് പറഞ്ഞിട്ട്, ആ ഗ്രാമർ എക്സ്പ്രഷൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഗ്രാമർ അക്യൂറസിയും അതുപോലെ തന്നെ ഇൻടേക്ക് ഇസ് കൺസെപ്ഷൻ. യെസ് ഡിയർ, ഓക്കെ, അതും പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്, ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് ക്രൂഷ്യലും റെഡ്യൂസ് എന്നുള്ളത് ഡിമിനിഷും ഇൻടേക്ക് എന്നുള്ളത് കൺസെപ്ഷനുമായിട്ട് മാറ്റിയിട്ടുണ്ട്. താങ്ക് യു സുബി, താങ്ക് യു സോ മച്ച്. അപ്പോൾ അവിടെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് ലിംഗ്വിസ്റ്റിക് ക്രൈറ്റീരിയയിൽ ഈ ഗ്രാമർ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഗ്രാമർ അക്യൂറസിയും വൊക്കാബുലറി ചോയ്സസ് ആണ്. ആൻഡ് ദാറ്റ് പർട്ടിക്കുലർ ക്രൈറ്റീരിയ അലോൺ ക്യാരി 6 മാർക്സ്. എത്രയാണ്? ദാറ്റ് പർട്ടിക്കുലർ
ക്രൈറ്റീരിയ അലോൺ ക്യാരി 6 മാർക്സ്. സോ അപ്പോൾ അതുകൊണ്ട് നിങ്ങളതൊക്കെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് 5 to മിനിമം, അതായത് 5 മാർക്സ് തീർച്ചയായിട്ടും മേടിക്കാൻ പറ്റും. Okay, so let me just move on to the next task scenario. Discussing potential side effects of medication. So doctor might have prescribed medication to the patient. So അതിനകത്തുള്ള ഒരു സൈഡ് എഫക്ട്സ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യണം. So that is a duty of the nurse to inform to the patient. അപ്പോൾ നമുക്ക് നോക്കാം, സിനാരിയോ നോക്കിയാൽ the medication may cause drowsiness ഉണ്ടാകും എന്ന് നമ്മൾ പറയും. an alternate നോക്കാം, the medication might induce drowsiness. Okay, drowsiness ഉണ്ടാക്കുന്ന മെഡിക്കേഷനാണ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സോ എക്സ്പ്ലനേഷനിൽ ഇൻട്രൊഡ്യൂസിങ് മൈറ്റ് ഇൻസ്റ്റെഡ് ഓഫ് മേ ആൻഡ് ഇൻഡ്യൂസ് ഇൻസ്റ്റെഡ് ഓഫ് കോസ്, ഷോകേസസ് ഫ്ലെക്സിബിലിറ്റി ഇൻ ലാംഗ്വേജ് യൂസ് ആൻഡ് സ്ട്രെങ്തൻസ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. ഓക്കെ, ലാംഗ്വേജ് യൂസേജും അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് സ്ട്രെങ്തൻ ചെയ്യുന്നതുമാണ് നമ്മളിവിടെ കണ്ടത്. ഓക്കെ, സോ ലെറ്റ് മീ ജസ്റ്റ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് സിനാരിയോ. ഇറ്റ്സ് എ വെരി ഷോർട്ട് ലൈവാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു 10 സിനാരിയോസ് എടുത്തിട്ട് വന്നതേ ഉള്ളൂ. ഇതൊക്കെ നിങ്ങളൊന്ന് കാണുകയാണെങ്കിലും മനസ്സിലാക്കുകയാണെങ്കിലും ഇറ്റ് ഈസ് എ ഗ്രേറ്റ് ഐഡിയ ഫോർ യു. നമ്മൾ ഈ ഒരു ഐഡിയയിൽ തന്നെ നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ നമ്മൾ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്ത് ചെയ്യാനുള്ളതേ ഉള്ളൂ. സോ ഐ ഹാവ് ജസ്റ്റ് ബ്രോട്ട് യു ആൻ ഐഡിയ. ഓക്കെ, ഓൾട്ടർനേറ്റീവ് വേർഡ്സ് ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെ പറയാം, ഇങ്ങനെ ഒരു വേർഡ് നമ്മൾ ടാസ്കിൽ കണ്ടാൽ അതിന് ഓൾട്ടർനേറ്റീവ് വേർഡ്സ് എന്തൊക്കെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഞാനിവിടെ പറഞ്ഞത്. സിനാരിയോ നോക്കാം. ഡ്യൂറിങ് ദ ഓപ്പറേഷൻ, അതായത് സർജിക്കൽ പ്രൊസീജിയർ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു സിനാരിയോ ആണ്. ഡ്യൂറിങ് ദ ഓപ്പറേഷൻ വി വിൽ മേക്ക് എൻ ഇൻസിഷൻ ഇൻ ദ അബ്ഡോമൻ എന്ന് പറയുമ്പോൾ ഹൗ ക്യാൻ യു യൂസ് ഇറ്റ് ഇൻ ഓൾട്ടർനേറ്റീവ് വേർഡ്സ്? ഡ്യൂറിങ് ദ സർജിക്കൽ പ്രൊസീജിയർ, ഓപ്പറേഷൻ എന്നുള്ളതിനെ എങ്ങനെ മാറ്റി സർജിക്കൽ പ്രൊസീജിയർ എന്ന് മാറ്റി വി വിൽ പെർഫോം ആൻ അബ്ഡോമിനൽ ഇൻസിഷൻ. മേക്ക് എന്നുള്ളത് പെർഫോമായി, അതുപോലെ തന്നെ ഇൻസിഷൻ ഇൻ ദ അബ്ഡോമൻ എന്നുള്ളതിനെ അബ്ഡോമിനൽ ഇൻസിഷൻ എന്ന് മാറ്റി. എക്സ്പ്ലനേഷൻ നോക്കാം. എംപ്ലോയിങ് ഓപ്പറേഷൻ ഇൻസ്റ്റെഡ് ഓഫ് സർജറി ആൻഡ് മേക്ക് ഇൻസ്റ്റെഡ് ഓഫ് പെർഫോം പ്രൊവൈഡ്സ് ഡൈവേഴ്സിറ്റി ഇൻ ലാംഗ്വേജ് ആൻഡ് യൂസ് ആൻഡ് എക്സിബിറ്റ്സ് എ ബ്രോഡർ വൊക്കാബുലറി. അതുപോലെ തന്നെയാണ് നമ്മൾ വൊക്കാബുലറി ചോയ്സസിനെ ഒന്ന് ബ്രോഡർ ആക്കുകയും അതുപോലെ തന്നെ മേക്കിംഗ് എ ഡിഫറൻസ് ഇൻ യുവർ ലാംഗ്വേജ് യൂസ്. ഓക്കെ, യാ, സോ മനസ്സിലായല്ലോ. ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാനായിട്ടാണ് ഞാൻ കാണിച്ചത്. സോ ഓപ്പറേഷൻ എന്നുള്ളത് സർജിക്കൽ പ്രൊസീജിയറായി ഇവിടെ മേക്ക്, വി വിൽ മേക്ക് എൻ ഇൻസിഷൻ എന്നുള്ളത് വി വിൽ പെർഫോം ആൻഡ് ഇൻസിഷൻ അബ്ഡോമിനൽ ഇൻസിഷൻ എന്ന് മാറ്റി. ഓക്കെ, സോ ലെറ്റ് മീ ജസ്റ്റ് മൂവ് ടു ദ നെക്സ്റ്റ് സിനാരിയോ. അഡ്വൈസിങ് ഓൺ എക്സസൈസ് റൂട്ടീൻ. പേഷ്യൻറ്റിനോട് അഡ്വൈസ് ചെയ്യുവാണ്, എക്സസൈസ് വേണം, താങ്കളുടെ ഡയറ്റ് പാറ്റേണിലും എക്സസൈസ് ചെയ്യുക, അതായത് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ഒരു എക്സസൈസ് ചേഞ്ച് ഒന്ന് കൊണ്ടുവരിക, ചേഞ്ചസിൽ എക്സസൈസിന് ഉൾപ്പെടുത്തുക എന്ന് പറയുമ്പോൾ യു ഷുഡ് എൻഗേജ് ഇൻ മോഡറേറ്റ് ഫിസിക്കൽ ആക്ടിവിറ്റി ഫോർ അറ്റ്ലീസ്റ്റ് 30 minutes a day. ഒരു 30 minutes എക്സസൈസ്, ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി വേണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഷുഡ് എന്നുള്ളത് ഞാൻ ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻ എവറി സ്പീക്കിംഗ് ലൈവ് ഐ പെർട്ടിക്കുലർലി ടെൽ സ്റ്റുഡൻസ് നോട്ട് ടു യൂസ് ഷുഡ്, മസ്റ്റ്, ഹാവ് ടു, യു ഹാവ് ടു, യു ഷുഡ്, യു മസ്റ്റ് എന്ന് പറയരുത്. ഓക്കെ, അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്, അതിനെ കുറച്ചും കൂടി പൊളൈറ്റ് ആക്കണം. ആൻഡ് ഇറ്റ് ഡസൻറ്റ് സൗണ്ട് പൊളൈറ്റ് വെൻ യു യൂസ് ദീസ് 3 phrases. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, യു ആർ അഡ്വൈസ്ഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ മോഡറേറ്റ് എക്സസൈസ് സെഷൻസ് ലാസ്റ്റിംഗ് എ മിനിമം ഓഫ് 30 minutes ഡെയിലി. അതായത് ഒരു 30 മിനിറ്റിന് നീളുന്ന ഒരു എക്സസൈസ് ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ താങ്കളെ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഷുഡ് എന്നുള്ളത് എങ്ങനെ മാറ്റി നോക്കിക്കേ, യു ആർ അഡ്വൈസ്ഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ മോഡറേറ്റ് എക്സസൈസ്. അതായത് മോഡറേറ്റ് എക്സസൈസ് എന്ന് വെച്ചാൽ വളരെ ദാറ്റ് ഈസ് ലൈക്ക് ഒത്തിരി സ്ട്രെയിൻ ചെയ്യാതെ, ഓക്കെ, അതുപോലെ തന്നെ സ്ട്രെന്നസ് ആക്ടിവിറ്റീസ് എന്ന് പറയത്തില്ല, സ്ട്രെന്നസ് ആക്ടിവിറ്റീസ് അല്ലാതെ വളരെ മൈൽഡായിട്ടും ജെൻറ്റിലായിട്ടുള്ള കാര്യങ്ങൾ, മോഡറേറ്റ് ആക്ടിവിറ്റി സെഷൻസ് ലാസ്റ്റിംഗ് എ മിനിമം ഓഫ് 30 minutes, അതാണ് ഉദ്ദേശിക്കുന്നത്. സോ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഷുഡ് വിത്ത് അഡ്വൈസ് ആൻഡ് എൻഗേജ്ഡ് in with participate in, demonstrate proficiency in alternative expressions and enriches communication. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ എൻട്രിച്ച് ചെയ്യാനുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് സിനാരിയോ നോക്കാം. ഡിസ്കസിങ് ഡയറ്ററി റെക്കമെൻഡേഷൻ. നമ്മൾ എങ്ങനെയാണ് ഡയറ്ററി റെക്കമെൻഡേഷൻ, എന്തൊക്കെ ഉൾപ്പെടുത്താം, എന്തൊക്കെ പാടില്ല എന്നുള്ള റെക്കമെൻഡേഷനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കൂടുതൽ നമ്മൾ ഉൾപ്പെടുത്താനുള്ള കാര്യങ്ങളാണ് ഇവിടെ റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇൻക്രീസ് യുവർ ഇൻടേക്ക് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. ഡയറ്ററി റെക്കമെൻഡേഷൻ മീൻസ് ഹിയർ വാട്ട് ആർ ദ തിങ്സ് വിച്ച് വി കുഡ് എൻകറേജ് ദ പേഷ്യൻറ്റ് ടു ഹാവ്. അപ്പോൾ എങ്ങനെ പറയാം, സോ augment your consumption of fruits and vegetables. Increase എന്നുള്ളതിന് augment എന്ന് വരും. ഓക്കെ, augment അല്ല, സോറി, augment.
സോ ഇൻക്രീസ് യുവർ ഇൻടേക്ക് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിന് എങ്ങനെ പറയാം? ഓഗ്മെൻറ്റ് യുവർ കൺസപ്ഷൻ ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. സോ ഇൻടേക്ക് എന്നുള്ളത് വീണ്ടും കൺസപ്ഷൻ. സോ ഇത് നമുക്കിപ്പോൾ ഫെമിലിയറായി. കുറച്ച് 2-3 പ്രാവശ്യം ആ ഇൻടേക്ക് എന്നുള്ളതിനെ കൺസപ്ഷൻ എന്ന് നമ്മൾ കണ്ടതുകൊണ്ട് നിങ്ങൾക്കത് പെട്ടെന്ന് പിടികിട്ടും. ഇങ്ങനെ നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ വർക്ക് ചെയ്യും, പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി ഇൻ യുവർ മൈൻഡ്. അത് രജിസ്റ്റർ ആയി കാണും. ഓക്കെ, എക്സ്പ്ലനേഷൻ ലൈക്ക് യൂസിങ് ഇൻക്രീസ് വിത്ത് ആഗ്മെൻറ്റ് ആൻഡ് ഇൻടേക്ക് വിത്ത് കൺസപ്ഷൻ ഷോക്കേസസ് ലിംഗ്വിസ്റ്റിക് ഡൈവേഴ്സിറ്റി ആൻഡ് എ ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഡയറ്ററി അഡ്വൈസ്. ഓക്കെ, മനസ്സിലായല്ലോ? യാ, നെക്സ്റ്റ് സിനാറിയോ നോക്കിക്കേ. ഡിസ്ക്രൈബിങ് സിംറ്റംസ് ഓഫ് എ റെസ്പിറേറ്ററി കണ്ടീഷൻ. റെസ്പിറേറ്ററി കണ്ടീഷനിൽ വരുന്ന സിംറ്റംസിനെ ഡിസ്ക്രൈബ് ചെയ്യാം. അപ്പോൾ എന്താണ്? ദ പേഷ്യൻറ്റ് കംപ്ലയിൻസ് ഓഫ് ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ്. അപ്പോൾ എങ്ങനെ പറയാം? ദ പേഷ്യൻറ്റ് കംപ്ലയിൻസ് എന്നുള്ള റിപ്പോർട്ട്സ് എക്സ്പീരിയൻസിങ് റെസ്പിറേറ്ററി ഡിസ്ട്രെസ്. ബ്രീത്തിങ് ഡിഫിക്കൽട്ടി എന്നുള്ളതിന് എന്ത് മാറ്റി നമ്മൾ? റെസ്പിറേറ്ററി ഡിസ്ട്രെസ് എന്നുള്ളത്. അപ്പോൾ എക്സ്പ്ലനേഷൻ നോക്കിക്കേ. റിപ്പോർട്ട്സ് എന്നുള്ളതിന് നമ്മൾ കംപ്ലയിൻറ്റ്സ് ആൻഡ് ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ് ഉള്ള റെസ്പിറേറ്ററി ഡിസ്ട്രെസ് ആയിട്ട് മാറ്റി. സോ ഇറ്റ് ഈസ് വൺസ് അഗൈൻ ലൈക്ക് വി ആർ ട്രൈങ് ടു ബ്രിങ് എൻഹാൻസ്മെൻറ്റ് ഇൻ കമ്മ്യൂണിക്കേഷൻ ക്ലാരിറ്റി ആൻഡ് വെർസാലിറ്റി ഇൻ ലാംഗ്വേജ്. ഓക്കെ, so the last and final scenario, counseling on stress management techniques. So ഈ ഒരു സ്ട്രെസ് മാനേജ്മെൻറ്റ് ടെക്നിക്സിന് കൗൺസിലിംഗ് എങ്ങനെ കൊടുക്കാം പേഷ്യൻറ്റ്? അപ്പോൾ എങ്ങനെയാണ്? പ്രാക്ടീസ് റിലാക്സേഷൻ ടെക്നിക്സ് സച്ച് എസ് ഡീപ് ബ്രീത്തിങ് ആൻഡ് മെഡിറ്റേഷൻ. അപ്പോൾ പേഷ്യൻറ്റിനോട് നമ്മൾ എങ്ങനെ പറയണം? റിലാക്സേഷൻ ടെക്നിക്സ് പ്രാക്ടീസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഡീപ് ബ്രീത്തിങ് ആൻഡ് മെഡിറ്റേഷനാണ് ഉദ്ദേശിക്കുന്നത്. ഇതാണ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എങ്ങനെ പറയാം? പ്രാക്ടീസ് എന്നുള്ളത് എൻഗേജ് എന്നാക്കാം. എൻഗേജ് ഇൻ റിലാക്സേഷൻ മെത്തേഡ്സ്, ടെക്നിക്സിനെ മെത്തേഡ്സ് ആക്കി. ലൈക്ക് ഡീപ് ബ്രീത്തിങ് എക്സസൈസ് ആൻഡ് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ. ഇപ്പം നിങ്ങൾ ടെക്നിക്സ് കൊടുത്തിരിക്കുന്ന നല്ലൊരു വേർഡാണല്ലോ. എന്തിനാണ് മെത്തേഡിലേക്ക് മാറ്റുന്നത്? ഇനി മെത്തേഡ് എന്ന് കൊടുത്തിട്ടുണ്ട് ടാസ്കിൽ, അത് ഞാൻ ടെക്നിക്കായിട്ട് മാറ്റുന്നത് എന്തുകൊണ്ട്? ഞാൻ മെത്തേഡ് യൂസ് ചെയ്തുകൂടെ? സോ ഇറ്റ് ഈസ് ദ മാറ്റർ ഓഫ് ഡിപ്പെൻഡൻസി. ഈ ടാസ്ക് തന്നെ വേർഡ് യൂസ് ചെയ്ത് നമ്മൾ പറയുന്നതിനെക്കാട്ടിലും നമുക്ക് സ്വന്തമായിട്ട് ആ ഒരു സമയത്ത് വൊക്കാബുലറി ചോയ്സസ് നമ്മൾ എടുത്തുകൊണ്ട് വരുമ്പോൾ ഇറ്റ് ജസ്റ്റ് മേക്ക് ദ ലിസണർ അണ്ടർസ്റ്റാൻഡ് ദറ്റ് ഹൗ ഫാർ യു കുഡ് ടേക്ക് ദ ഇനിഷ്യേറ്റീവ്. നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ളൊരു ഇനിഷ്യേറ്റീവ് എത്രത്തോളം എടുക്കുന്നു, എത്രത്തോളം വൊക്കാബുലറി ചോയ്സ് എൻഹാൻസ് ചെയ്യാനായിട്ട്, ആ ഒരു കോൺവെർസേഷൻ എൻഹാൻസ് ചെയ്യാനായിട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്ന് എത്ര വൊക്കാബുലറി ചോയ്സസ് ആണ് ആ ഒരു സമയത്ത് മനസ്സിലാക്കി കൊണ്ടുവരുന്നു എന്നുള്ളതാണ് അവർ നോക്കുന്നത്. ഇത് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസിയുടെ ഭാഗം തന്നെയാണ്. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് കൊണ്ട് കോൺവെർസേഷനോ അതിൻ്റെ കോണ്ടൻറ്റോ ഒന്നും മാറാൻ പോകുന്നില്ല, അർത്ഥം മാറാൻ പോകുന്നില്ല. പക്ഷേ എന്നാലും നമ്മളുടെ ഭാഗത്ത് നമ്മൾ എത്രത്തോളം ഇനിഷ്യേറ്റീവ് എടുക്കുന്നു, എത്രത്തോളം അതിനെ ഒന്ന് ക്രിയേറ്റീവായിട്ട് ചെയ്യാനായിട്ട്, ആ ഒരു കോൺവെർസേഷൻ ചെയ്യാനായിട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അവിടെ നമ്മൾ ഷോക്കേസ് ചെയ്യുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ഈ മെത്തേഡ്സ് ടെക്നിക്സ് എന്ന് കൊടുത്തത് അങ്ങനെ യൂസ് ചെയ്യുന്നതുകൊണ്ട് പാടില്ല എന്നല്ല പറയുന്നത്. ബട്ട് ഫ്രം യുവർ സൈഡ് ദ ഇനിഷ്യേറ്റീവ് വിച്ച് യു ടേക്ക് ഫോർ ബ്രിങ്ങിങ് വൊക്കാബുലറി ചോയ്സസ് മാറ്റേഴ്സ് എ ലോട്ട്. ഓക്കെ, സോ യെസ്, വിത്ത് ദിസ് ഐ എം ജസ്റ്റ് വൈൻഡിങ് അപ്പ് മൈ സെഷൻ. സോ ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റുഡ്. സോ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. ഇതൊരു ഒരു ലൈവായിരുന്നു. കുറച്ച് കാര്യങ്ങൾ ഈ സിനാരിയോസിൽ വഴി ഞാൻ ഒരു ഓൾട്ടർനേറ്റീവ് വേർഡ്സ് കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലായി, ബെറ്ററായിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് സെഷൻ യൂസ് ചെയ്യാൻ പറ്റുന്ന വേർഡ്സ് ഒക്കെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ആസ് ഓഫ് നൗ നമ്മളിപ്പോൾ പ്രാക്ടീസ് സെഷൻ ഇതൊക്കെ നിങ്ങൾ ഉൾപ്പെടുത്തുക. ഇൻ ഫോർത്ത് കമ്മിങ് സെഷൻസ് ഐ വിൽ ട്രൈ ടു ഇൻക്ലൂഡ് മോർ സിനാരിയോസ് വിത്ത് ദ ഓൾട്ടർനേറ്റീവ് വേർഡ്സ് so that you will be able to understand. Okay, so with this I'm just winding up my session. Thank you so much for joining and giving me this particular support, and I also request you to join my future lives, that is like forthcoming lives in every Thursdays between 4 to 5. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കൊക്കെ ആയിരിക്കും ഞാൻ കൊണ്ടുവരുന്നത്. സോ ലെറ്റ്സ് ഡിസ്കസ് ടുഗദർ ആൻഡ് ബ്രിങ് betterment in our speaking. Okay, so thank you so much. Take care.